കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രതിപക്ഷ നേതാവുമായി അത്ര രസത്തിലായിരുന്നില്ല രമേശ് ചെന്നിത്തല. കഴിഞ്ഞ 2 UDF നേതൃയോഗങ്ങളിലും അവഗണന നേരിട്ടു എന്നാണ് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായിരുന്ന പരാതി. ആദ്യ നേതൃയോഗം നടക്കുന്ന കാര്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ അറിയിച്ചത് സ്റ്റാഫ് അംഗങ്ങൾ വഴിയാണെന്നായിരുന്നു ആക്ഷേപം. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ചെന്നിത്തല അതൃപ്തി പരസ്യമാക്കിയത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാരും UDF നേതാക്കളും പങ്കെടുത്ത സംയുക്ത യോഗമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ചേർന്നത്. യോഗത്തിനെത്തിയവർക്കായി പ്രതിപക്ഷ നേതാവ് വിരുന്നുമൊരുക്കിയിരുന്നു. ഘടകകക്ഷി നേതാക്കൾക്കടക്കം യോഗത്തിൽ സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ ചെന്നിത്തലയെ അവഗണിച്ചു. വിരുന്നിൽ പങ്കെടുക്കാതെ രമേശ് ചെന്നിത്തല യോഗശേഷം മടങ്ങുകയും ചെയ്തു. സംഭവം ചർച്ചയായതിനു പിന്നാലെയാണ് അനുനയ നീക്കവുമായി പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടിറങ്ങിയത്. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തലയെ സതീശൻ വീട്ടിലെത്തി കണ്ടു. പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് ഇരുവരും പിരിഞ്ഞത്. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് സതീശൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടായെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എൻ്റെ വിരുന്ന് ബഹിഷ്കരിച്ചെന്നാണ് വാർത്തയിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു. ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ്. ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു പരിഹരിക്കുമെന്നും കുടുംബത്തിൽ പ്രശ്നമില്ലെന്നുമായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ഞങ്ങളൊരു കുടുംബമല്ലേ, ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകും. 3 ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ നേതാക്കൾക്കിടയിൽ ഒരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നീക്കത്തിന് പ്രതിപക്ഷ നേതാവ് തന്നെ മുൻകൈയെടുത്തത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.